ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലുണ്ടല്ല ഇസ്രായേലിന് ഒരു ഡോണ എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടല്ല, ഇസ്രായേലിലെ ഭയങ്കരമായ ബുദ്ധിമുട്ട് അവർ നേരിടുന്ന ദയനീയ അവസ്ഥയുണ്ടല്ല, അതൊക്കെ ആ വീഡിയോ പറയുന്നുണ്ട്. ആ വീഡിയോ ആ ചേച്ചിയുടെ കഷ്ടകാലത്തിലുണ്ടല്ല ഭയങ്കരമായിട്ട് വൈറലായി. അതിനുശേഷം ഇസ്രായേലിന് സംഘികളും ക്രിസംഖികളും ഉണ്ടല്ല, മലയാളികളായ സംഘികളും ക്രിസംഖികളും ആ ചേച്ചിക്കെതിരെ വൃത്തികെട്ട രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ചേച്ചി ഇസ്രായേലിയുടെ ജോലിയില്ലേ, ആ ജോലി നിന്ന് വരെ പിരിച്ചുവിടാൻ വേണ്ടി ഈ സംഘികളും ക്രിസംഖികളും പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ക്രിസംഗിനി ഉണ്ടല്ല, ആ ചേച്ചിക്കെതിരെ വൃത്തികെട്ട രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ക്രിസംഗിനി ആ ചേച്ചിക്കെതിരെ മാത്രമല്ല ആ വീഡിയോ പറഞ്ഞത്, എനിക്കെതിരെയും ആ വീഡിയോ ചെയ്ത എനിക്കെതിരെ ഉണ്ടല്ല വല്ലാണ്ട് വൃത്തിയായിട്ട് രീതിയിൽ പറയുന്നുണ്ട്. ഇവർക്കൊക്കെയാണല്ലോ ഇസ്രായേലിന്റെ ദയനീയാവസ്ഥ. ഇസ്രായേലിൽ ജോലി എന്നൊരു ചേച്ചി തന്നെ പുറത്ത് പറഞ്ഞില്ലേ വല്ലാണ്ട് അങ്ങ് കുരുപൊട്ടിട്ടാ ഉള്ളത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ നീതു എന്ന പേരുള്ള ഈ ക്രിസംഗിനി, ആ ഡോണ എന്ന പേരുള്ള പാവം ചേച്ചിക്കെതിരെ എന്ത് വൃത്തികേടാ പറഞ്ഞെന്ന് കേട്ടിട്ട് വരാം. ഇതൊരു ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന ഒരു കെയർ ഗിവർ എന്ന നിലയ്ക്ക് എന്റെ കുറച്ച് ചോദ്യങ്ങൾ, എനിക്ക് ചേച്ചിയോട് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഈ ഇടയായിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയുടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു കെയർ ഗിവറിന്റെ വീഡിയോ എടുത്ത് പലരും റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും സംഘികളെന്നും ക്രിസംഘികളെന്നും സംഘിനികളെന്നും ഒക്കെ വിളിച്ച് അടച്ചാക്ഷേപിക്കുന്നുണ്ട്. ഇസ്രായേലിലുള്ള കെയർ ഗിവേഴ്സ് ഒക്കെ അപ്പികോരിയിട്ടാണ് ജീവിക്കുന്നത് പറഞ്ഞ് ഒരുപാട് പേര് അപമാനിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഈ പേര് കേൾക്കാൻ കാരണമായ ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചേച്ചിയുടെ പേര് ഡോണ എന്നാണ് കേട്ടോ, കൊല്ലംകാരിയാണ്. കൊല്ലംകാരിയായ ക്രിസംഖി അല്ലാത്ത ക്രിസ്ത്യാനിയായ ചേച്ചിയോട് കുറച്ച് ചോദ്യങ്ങൾ എനിക്കുണ്ട്. ഡോണ ചേച്ചിയുടെ വീഡിയോയിൽ പറഞ്ഞല്ലോ യുദ്ധം തുടങ്ങി. ഡോണ ചേച്ചി ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് യുദ്ധം തുടങ്ങിയ സമയത്താണ്. അത് 2-2.5 ആഴ്ചകൾക്ക് മുന്നാണ്. ചേച്ചി പറഞ്ഞു അതിനകത്ത് പാല് തീർന്നുപോയി, സാധനങ്ങൾ തീർന്നുപോയി, അങ്ങനെ വലിയൊരു ഭക്ഷ്യക്ഷാമം ചേച്ചി അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ചേച്ചിയുടെ കാര്യം ചോദിച്ചോട്ടെ, ഇതിനു മുന്നേ ഇവിടെ പാലിന് ക്ഷാമം ഉണ്ടായിട്ടില്ലേ? അത് യുദ്ധം കൊണ്ടാണോ? 2023 ഹമാസുമായിട്ട് വലിയൊരു യുദ്ധം ഉണ്ടായ സമയത്ത് ഇത്രയും ഭക്ഷ്യക്ഷാമം ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പോഴും ഞങ്ങൾ ആരും ഈ ഭക്ഷ്യക്ഷാമം ഒന്നും അനുഭവിക്കുന്നില്ല, ചേച്ചി മാത്രമാണ് അനുഭവിക്കുന്നത്. അത് ചേച്ചിയുടെ ഫാമിലിയോട് പറഞ്ഞിട്ട് ശരിയാക്കേണ്ട കാര്യങ്ങളാണ്. അതിന് എല്ലാവരെയും കൂടെ ചേച്ചി പാലില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ ചേച്ചി വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരുടെ ഭക്ഷ്യക്ഷാമം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ തകർന്നടിയാൻ കാത്തിരിക്കുന്ന ഒരുപാട് ദുഷ്ടചിന്തയുള്ളവർക്ക് ഞങ്ങൾ ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ ചോദ്യം, ചേച്ചി പറഞ്ഞല്ലോ ടെലവീവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചേച്ചി എങ്ങനെയാണ് 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ FBയിൽ റോഡിൽ നിന്നുകൊണ്ട് പോസ്റ്റ് ചെയ്തത്? അതെന്തുകൊണ്ടാണ് ചേച്ചി പോസ്റ്റ് ചെയ്തത്? അപ്പൊ ചേച്ചിക്ക് അറിയാലേ ചേച്ചി ഈ രാജ്യത്ത് സുരക്ഷിതയാണെന്ന് ചേച്ചിക്ക് അറിയാലേ, പിന്നെ എന്തിനാണ് ചേച്ചി അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്? ചേച്ചി സുരക്ഷിതയാണെന്ന് അറിയാം, ഇവിടെ പ്രശ്നങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മാധ്യമങ്ങൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് ചേച്ചി വിളിച്ചു കൂവിയല്ലോ. എന്തർത്ഥത്തിലാണ് ചേച്ചി വിളിച്ചു കൂവിയത്? ഞങ്ങൾ ആരും അങ്ങനെ ഉള്ള ഒരു പ്രശ്നങ്ങളും ഇവിടെ കണ്ടിട്ടില്ല. ഇവിടെ മിസൈലുകൾ വരുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചേച്ചി പറഞ്ഞ ഭീകരാന്തരീക്ഷം ഇവിടെ ഇല്ല. ചേച്ചി പറഞ്ഞ ഭീകരാന്തരീക്ഷം ഇല്ലാന്നുള്ളല്ലേ, അല്ലാണ്ട് ഭീകരാന്തരീക്ഷം അതെന്തായാലും ഉണ്ടല്ലോ അവിടെ. എന്റെ ക്രിസംഖിയുടെ നീതി ചേച്ചി ഡോണ ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ല, അവര് ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള കാര്യങ്ങളാണ്. അവിടെ ഭീകരാന്തരീക്ഷാന്നുള്ള സത്യം അവര് തുറന്നു പറഞ്ഞില്ലേ. നിങ്ങൾക്ക് എന്തിനാണ് കുരുപൊട്ടുന്നത്? നിങ്ങൾ ജോലി ചെയ്യുന്ന ഏരിയയിലുണ്ടല്ല, അവിടെ യാതൊരു പ്രശ്നമില്ലെങ്കിൽ എന്റെ നീതി ചേച്ചി ഉണ്ടല്ല, പുറത്തിറങ്ങി നടക്കുവോ, പുറത്തിറങ്ങി ഓടുവോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ അവിടെ നടക്കുന്ന സത്യങ്ങൾ, അവിടെ നടക്കുന്ന ദുരന്ത അവസ്ഥയുണ്ടല്ല, അതൊരാൾ പുറത്തു പറയാൻ പാടുന്നു, ആ ചേച്ചി പുറത്തു പറയാൻ പാടുന്നു. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുക? പിന്നെ നീ ഉണ്ടല്ലോ അതിനിടയ്ക്ക് ഒരു വിഡിത്തം പറഞ്ഞ് ആ ചേച്ചി 3 മിനിറ്റ് വീഡിയോ പുറത്തിറങ്ങിയിട്ട് എങ്ങനെയാ ചെയ്തതെന്ന്. എന്റെ നീതി ചേച്ചി, ഞാൻ ഒരു കാര്യം ആദ്യം പറയട്ടെ, ആ വീഡിയോ ഉണ്ടല്ലോ 2 മിനിറ്റ് ദൈർഘ്യം മാത്രമേ ഉള്ളൂ. പിന്നെ ആ വീഡിയോന്റെ ലാസ്റ്റ് ഉണ്ടല്ലോ ആ ചേച്ചി ഉണ്ടല്ലോ അലാറം അടിക്കുന്നുണ്ട് മറ്റ് പേടിച്ച് പറിച്ചു ഓടിക്കൊണ്ട് ആ വീഡിയോ കട്ടാക്കുന്ന സീനാണ് ലാസ്റ്റ് ഉള്ളത്. അങ്ങനെ ആ ചേച്ചി പേടിച്ച് പറിച്ച് ഓടുന്നത് ലോകം മൊത്തം കണ്ടു എന്റെ നീതി ചേച്ചിയെ. അവരവിടെ നടക്കുന്ന സത്യങ്ങൾ, അവർ നേടുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് തുറന്നു പറയുമ്പോ നിങ്ങളെ ആരെങ്കിലും വന്നിട്ട് തെറി വിളിക്കുന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്തിനാ അത് കേൾക്കുമ്പോ കുരുപൊട്ടുന്നു? ഞാനൊക്കെ ഉണ്ടല്ലോ ഇസ്രായേലിലുള്ള 3-4 സംഘിനി ക്രിസംഖികൾ വീഡിയോ മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ. അതെന്തുകൊണ്ടാണെന്നറിയോ? അവരവിടെ കിടന്ന് പച്ച വർഗീയത പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് 1000-1000 മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന്. അവർക്ക് ആർക്കെങ്കിലും എതിരെ ഞാനടങ്ങുന്ന ആരെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടോ? അവരാരെങ്കിലും എന്തെങ്കിലും വൃത്തികേട് പറ്റുണ്ടോ? ഒന്നുമില്ലല്ലോ. അവിടെ കിടന്ന് വർഗീയതയും വൃത്തികേട് പറയുന്ന ടീമില്ലേ, അവർക്കെതിരെ മാത്രമേ നമ്മളൊക്കെ വീഡിയോ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിക്ക് ഇസ്രായേൽ അന്നം ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചി സ്നേഹിച്ചോ, ചേച്ചി എത്ര വേണമെങ്കിൽ ഇസ്രായേലിനെ സ്നേഹിച്ചോ. പക്ഷെ ലോകത്തുള്ള എല്ലാവരും പ്രത്യേകിച്ച് മലയാളികൾ മൊത്തം ഇസ്രായേലിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കൂല ചേച്ചി. കാരണം അവർ അത്രമാത്രം വൃത്തികെട്ട കാര്യങ്ങളാണ് ചെയ്തിരുന്നതും ഇപ്പൊ ചെയ്യുന്നതും. അപ്പൊ നമ്മളെപ്പോലുള്ള മനസാക്ഷിയുള്ളവരും മനുഷ്യത്വമുള്ളവരുണ്ടല്ല, അവർക്കെതിരെ സംസാരിച്ചു കൊണ്ടേയിരിക്കും എന്റെ ക്രിസംഖിനി ഇത് ചേച്ചിയെ. പിന്നെ വേറൊരു കാര്യം, ആ ചേച്ചി പറഞ്ഞതും നീ പറഞ്ഞതും രണ്ടും കറക്റ്റാണ്. ആ ചേച്ചി പറഞ്ഞു അവിടെ ഭയങ്കര ദയനീയ അവസ്ഥയാണ്. നീ പറഞ്ഞു ചേച്ചി പറഞ്ഞ അത്രയില്ല, എന്നാലും ദയനീയ അവസ്ഥയുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ രണ്ടാളുണ്ടല്ല അവിടുത്തെ ദയനീയാവസ്ഥ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് നീയും സമ്മതിച്ചിരിക്കുകയാണ് എന്റെ ക്രിസംഖിനി അവിടെ ഇസ്രായേലിൽ ഭയങ്കര ദയനീയ അവസ്ഥയാണെന്ന്.
ഇനി നമുക്കുണ്ടല്ലോ ഈ ക്രിസംഗണി ചേച്ചി ഉണ്ടല്ല, ഞാൻ അടക്കുന്ന യൂട്യൂബർമാർക്ക് അത് ചെയ്ത ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നല്ലോ. അതിലുണ്ടല്ല ഞാൻ അടക്കുന്ന ടീമിന് നല്ല പുളിച്ചത് ഈ ചേച്ചി പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ ഉണ്ടല്ല കട്ടാക്കിയിട്ട് മാത്രം നിങ്ങൾ കേൾപ്പിക്കൂ. എനിക്ക് പുളിച്ചത് കേൾക്കുമ്പോ നിങ്ങൾ അങ്ങനെ സന്തോഷിക്കണ്ട. എന്തായാലും നമുക്ക് ഈ ക്രിസംഗണി ചേച്ചി എനിക്കെതിരെ എന്തൊക്കെയാണ് പറഞ്ഞൊന്ന് കേട്ടിട്ട് വന്നാലോ. ഇവിടെയുള്ള ഇസ്രായേലിലുള്ള ഒരു ചേച്ചി ആ വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അത് കട്ട് ചെയ്തെടുത്തിട്ട് പോയി ഇല്ലാത്തവന്മാര് വീഡിയോ ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അതിനെതിരെ ഇസ്രായേലുള്ള നമ്മളും ഒന്ന് പ്രതികരിക്കണ്ടേ? ആൾ ഇത്ര നാളും ഇവിടെ ഫുഡ് കഴിക്കാനാണ് ജീവിച്ചത്. വരുന്നതിന് മുമ്പേ അറിയാമായിരുന്നു ഇവിടെ വന്നിട്ട് ചന്തി കഴുകണമെന്ന്. പിന്നെ താങ്കൾ ചന്തി കഴുകാറില്ലേ? ആ ചേച്ചി പ്രാർത്ഥിക്കുന്ന ചേച്ചി, ആ ചേച്ചി ഇന്ന് നന്നായിരിക്കട്ടെ. ജോലി ചെയ്യുന്ന സ്ഥലത്തോട് ഒരല്പം പോലും ആത്മാർത്ഥതയും കൂറുമില്ലാതെ ഇല്ലാത്തതും പൊല്ലാത്തതും ഒക്കെ റീച്ചിന് വേണ്ടി പറഞ്ഞു കൂട്ടിയതായിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടെ ഉള്ളവർ കണ്ടിട്ടുള്ളൂ. വെറും റീച്ചിന് ഈ അലാറം വരുമ്പോ ഞങ്ങൾ ബങ്കറിൽ ഒളിക്കുന്നു എന്ന് പറയുന്നവരോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. മരണം തൊട്ട് മുന്നിൽ വരുമ്പോ ആരും നെഞ്ചു പിരിച്ച് നിൽക്കില്ല. അപ്പൊ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ പോവും. അത്രയും സേഫ്റ്റി ഞങ്ങൾക്ക് ഇവിടെ IDF ഒരുക്കുന്നുണ്ട്. ആ ഒരൊറ്റ വിശ്വാസത്തിന്റെ പുറത്തും ദൈവത്തിന്റെ സംരക്ഷണം ഈ മണ്ണിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെ പോലുള്ളവരെ തിരിച്ചു നാട്ടിലേക്ക്, ഭയപ്പെടുത്തുന്ന യുദ്ധമായിട്ട് പോലും തിരിച്ചു നാട്ടിലേക്ക് പോകാതെ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നത്. അപ്പി കഴുകാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അപ്പി കഴുകൽ ജോലിക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത്. നന്നായിട്ട് കാശും കിട്ടുന്നുണ്ട്, വീട്ടിലെല്ലാവരും ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും എന്നെ ക്രിസംഗണി ചേച്ചി എന്നോട് ചോദിച്ച ചോദ്യമില്ലേ, ആ ചോദ്യത്തിന് തന്നെ ആദ്യം തന്നെ മറുപടി തരാം. ചേച്ചി എന്നോട് ചോദിച്ചു, നീ അഫി കഴുകാറില്ലേന്ന്. ചേച്ചി ഞാൻ കഴുകാറുണ്ട്, അതെന്റെ വീട്ടിലെ ടോയ്ലറ്റിലെ അവിടെ കഴുകാറുണ്ട് ഞാൻ. അല്ലാതെ ചേച്ചിയെ പോലെ ഒരു ഗ്രൗണ്ടിൽ പോയിട്ടില്ല. ഒരുപാട് ആൾക്കാരെ വിളിച്ചു കൂട്ടിട്ട് അവരുടെ മുന്നിൽ നിന്നിട്ടില്ല. അവരുടെ മുന്നിൽ ഞാൻ എന്തായാലും കഴുകാറില്ല. അതിപ്പോ ചേച്ചിക്ക് ഗ്രൗണ്ടിൽ ഒരുപാട് ആൾക്കാരുടെ മുന്നിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനതിന് കുറ്റം പറയില്ല. പക്ഷെ എന്നെ അങ്ങനെ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല ചേച്ചി. പിന്നെ വേറൊരു കാര്യം കൂടി എന്റെ ക്രിസംഗണി ചേച്ചിയൊക്കെ അവിടെ അഫി കഴുകുന്ന ജോലിയാണെന്ന് ഞാൻ എന്റെ വീട്ടിൽ എവിടെയും പറഞ്ഞില്ല കേട്ടാ. അത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയൂല. പിന്നെ നീ പറഞ്ഞു ഡോണ ചേച്ചിക്ക് അന്നം തരുന്ന നാടിനോട് തീരെ ആത്മാർത്ഥത ഇല്ല എന്ന്. എല്ലെന്റെ ക്രിസംഗണി നീതി ചേച്ചിയെ അന്നം തരുന്ന നാടുണ്ടല്ല, എന്ത് വൃത്തികേട് ചെയ്തവരുണ്ടല്ല, അതൊക്കെ സഹിച്ച് അവിടെ ജീവിക്കണം എന്നാണോ എന്റെ ചേച്ചി പറയുന്നത്? അങ്ങനെ ജീവിക്കുന്നവരുണ്ടല്ല തീരെ നിലവാരമില്ലാത്തവരാണ്. തെറ്റിപ്പോ ആര് ചെയ്താലും അതിപ്പോ അന്നം തരുന്ന നാടായാലും ശരി, അന്നം തരാത്ത നാടായാലും ശരി, തെറ്റ് കണ്ടെങ്കിൽ ചോദ്യം ചോദിക്കണം, ചോദ്യം ചെയ്യണം. എന്റെ ക്രിസംഗണി നീതി ചേച്ചി, ഡോണ ചേച്ചിക്കണ്ടല്ല മനുഷ്യത്വമുണ്ട്, നിലവാരമുണ്ട്. പക്ഷെ നിന്നെ പോലത്തെ ടീമിന് മനുഷ്യത്വം നിലവാരം ഇല്ലാത്തതുകൊണ്ട് അവര് ചെയ്യുന്ന എന്ത് വൃത്തികേടുണ്ടല്ല അതൊക്കെ സഹിച്ച് നീയൊക്കെ അവിടെ ജീവിക്കുന്നു. ഡോണ ചേച്ചിക്കണ്ടല്ല അന്നം തരുന്ന നാടുണ്ടല്ല, സുരക്ഷ കൊടുത്തില്ല. ഡോണ ചേച്ചി പേടിക്കാതെ അതിനെ ചോദ്യം ചെയ്തു, അത്രേ ഉള്ളൂ. നീ കണ്ടോ ആ വീഡിയോയുടെ തായിൽ എത്ര ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ടാണ് ഡോണ ചേച്ചിക്ക് സുഖമായിരിക്കണം, നിങ്ങൾക്കൊന്നും വരാൻ പാടാന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നത്. എത്ര ആൾക്കാരാണ് അവർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? എന്തുകൊണ്ടാണെന്നറിയാം, അവരുടെ മനുഷ്യത്വം, അവരുടെ നന്മയുണ്ടല്ല എല്ലാരും കണ്ടതുകൊണ്ടാണ്. അതുമാത്രമല്ല അവരുടെ ദയനീയ അവസ്ഥയിലെ അതും എല്ലാരും കണ്ടിനി. പക്ഷെ അതുപോലെ നിനക്കൊക്കെ വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുമെന്ന് നീ തോന്നുന്നുണ്ടാ? ഒരാള് പോലും നിനക്കൊന്നും വേണ്ടി പ്രാർത്ഥിക്കില്ല. കാരണം എന്നറിയാം, നീയൊക്കെ വായ തുറന്നാല് വർഗീയതയും വൃത്തികേടും മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഒരുപാട് ആൾക്കാർ ഡോണ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോഴാണ് നിനക്കൊക്കെ വല്ലാണ്ടങ്ങ് കുരുപൊട്ടിയത്. അത് മാത്രമല്ല ഡോണ ചേച്ചി നിന്റെയൊക്കെ അന്നം തരുന്ന നാട് ചെയ്ത വൃത്തികേടുണ്ടല്ല അത് തുറന്നു പറയുകയും ചെയ്ത്. അതുകൊണ്ട് നീയൊക്കെ കൂടിയുണ്ടല്ലോ ആ പാവത്തിന്റെ ജോലി അവിടുന്ന് കളയാനാണ് പരിപാടി ഉണ്ടല്ല. നീയൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെയ്യും. ആ ചേച്ചിക്കണ്ടല്ല തിരിച്ചു വന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ജോലിയാക്കി കൊടുക്കും. ഇത് ഞാൻ അവർക്ക് കൊടുക്കുന്ന വാക്കാണ് ക്രിസംഗണി, ഞാൻ അവർക്ക് കൊടുക്കുന്ന വാക്ക്. അതുകൊണ്ട് നീയൊക്കെ ഉണ്ടല്ല അഫിയോ കുഫിയോ എന്തൊക്കെ കഴുകിട്ട് അന്നം തരുന്ന നാട് ചെയ്യുന്ന എല്ലാ വൃത്തികേടും അവിടെ ജീവിച്ചോ. ആ നാടിനെ വിമർശിക്കാൻ പാടില്ല. ആ നാട് ചെയ്യുന്ന എല്ലാ വൃത്തികേടും എല്ലാവരും സഹിക്കണം എന്ന് പറഞ്ഞിട്ടല്ല. നമ്മളെ കൊണ്ടത് പറ്റൂല എന്റെ ക്രിസംഗണി ചേച്ചി. അത് നമ്മൾ ചോദ്യം ചെയ്യും, ഇനിയും ചോദ്യം ചെയ്യും. അത് ആരായാലും ശരി, ഏത് രാജാവായാലും ശരി. അപ്പൊ ഒരിക്കൽ കൂടി ആ നന്മയുടെ ഡോണ ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.